ഹലോ, വെൽക്കം ടു ഫുഡിൻഷി. ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു 3/4 3/4 കിലോ ചിക്കൻ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്റ്റൂ ഉണ്ടാക്കിയെടുത്താലോ? തേങ്ങാപ്പാൽ ഒഴിക്കാണ്ടുള്ള സ്റ്റൂ. തേങ്ങയ്ക്ക് ചെറുകാനൊക്കെ മടിയുള്ളവർക്കൊക്കെ പറ്റിയ സ്റ്റൂ ആണ്. അപ്പോൾ ചിക്കൻ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ വാഷ് ചെയ്തെടുത്താൽ നന്നായി വാഷ് ചെയ്യണം ചിക്കനൊക്കെ. അതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട്, പിന്നെ വെളുത്തുള്ളി അരച്ചെടുത്തത്, പച്ചമുളകും നന്നായി ഒന്ന് ഇത് ചേർത്തെടുത്തിട്ട് ഇവിടെ വെക്കാം. നമുക്ക് കുറച്ച് സമയം ഒന്ന് ഒരു 1/4 മണിക്കൂർ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ചിക്കൻ്റെ മേലെ ഇതൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഒന്ന് ചേർത്തെടുക്കാം. നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ട് ഒരു കുറച്ച് സമയം മൂടി വെച്ച് വെക്കണം. അപ്പോൾ ഈ ചിക്കൻ ഇതൊക്കെ പൊടിച്ച് ഉപ്പൊക്കെ പൊടിച്ച് ചിക്കനൊക്കെ ഒരു നല്ലൊരു മണം വരും. ഒരു 1/4 മണിക്കൂർ അവിടെ ചേർത്ത് വെച്ച് കൊടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയെടുത്താണ് ഇട്ടെടുക്കാം. അത് നന്നായി മൊരിഞ്ഞ് വരണം. ഇതൊന്ന് നല്ലോണം മൊരിഞ്ഞ് വരട്ടെ. അതൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലൊക്കെ ചെറിയ കഷ്ണം പട്ട, അപ്പോൾ ഒരു 4-5 ഏലക്കായി, പിന്നെ ഒരു 5-6 കറിവേപ്പില. നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാള, സവാള മൂത്ത് വന്നിട്ട് സവാള മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ടീസ്പൂണേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഉപ്പൊക്കെ കുഴച്ചിട്ട് ചിക്കൻ വെച്ച് തന്നാലും കുറച്ച് ഉപ്പ് ആവശ്യം വരും. ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കുഴച്ച് വെച്ച് തന്നാലും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുളകിൻ്റെ പൊടിയൊക്കെ ഇട്ടെടുത്ത് നമുക്ക് ചിക്കനിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം കുഴച്ച് വെച്ച ചിക്കനാണ് നമുക്ക് അതിലോട്ടാണ് ഇട്ട് കൊടുക്കാം. ഇനി മൊരിയാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ചേർത്തെടുക്കാം. ഈ ഉള്ളി ഇതൊക്കെ ഇതിൽ ചേർത്തെടുക്കാം. അപ്പോൾ ഈ മസാല ഒക്കെ ചിക്കനുമ്പോൾ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് വെച്ചതല്ലേ. ഇതിലേക്ക് കുറച്ചുകൂടെ ഇട്ടെടുക്കാം. അപ്പോൾ തന്നെ ക്യാരറ്റ്, കുറച്ച് പീസ്, 2-3 മുളക് ഇതും കൂടി ചേർത്തെടുത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇനി ചിക്കൻ വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല തിളച്ച വെള്ളം ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. അതിൽ നന്നായി വെന്ത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം.
ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഒഴിച്ച് വെക്കുന്നുണ്ട്. കലക്കി വെച്ച കോൺഫ്ലവറാണ്. പിന്നെ അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് വെക്കാനുണ്ട്. അടിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില, നമ്മൾ തേങ്ങാപ്പാലൊന്നും ഇട്ടാട്ടുണ്ട്. കുറച്ച് കുറുക്കൊക്കെ കിട്ടണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇട്ടുള്ളത്. നല്ലൊരു കുറുക്കൊക്കെ ആയിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് അടുപ്പത്ത് കിടന്നാൽ മതി. കുറച്ച് ഒന്നൊരു വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ തൈരിൻ്റെ പാത്രത്തിൽ തന്നെ ഒന്ന് കലക്കിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, ചിക്കൻ, ക്യാരറ്റ്, പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു കറിയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ഉപ്പ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവ്, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ച പൊടിയാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊടി കേട്ടോ. ഇതൊന്ന് പറിച്ച് വന്നാൽ നമുക്ക് ഓഫാക്കാം. ഇതൊരു പാത്രത്തിട്ട് സെർവ് ചെയ്യാം. സ്റ്റൂ ഒക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ലൊരു കുറുക്കം കിട്ടും. ഉണ്ടോ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ലൊരു സ്റ്റൂ ആയിട്ട് കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയും കിട്ടും. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക. നന്നായി വരും ഇതേപോലെ കൂട്ടൊക്കെ എടുത്ത് ഉണ്ടാക്കിയാൽ. പിന്നെ തൈര് പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ അത് ഒരു 3/4 കപ്പ് തൈരുണ്ട്, അതും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാത്തവരൊക്കെ ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.